Philip Sidney. Argumentative method. He analyzes Christianity and the Greek and Roman polytheism. The beginning of the essay, he then emphasizes the goodness of poetry. He then proceeds to defend poetry against the main charge against poetry. ഫിലിപ്പ് സിഡ്നി ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ഗ്രീസിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന പോളിത്തിസം വിച്ച് മീൻസ് ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന ഇതിനെയാണ് പോളിത്തിസം എന്ന് പറയുന്നത്. അപ്പം സിഡ്നി ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ഗ്രീസിലെയും റോമിലെയും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ട് അതിനെപ്പറ്റി ആദ്യം ഒരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുമുണ്ട്. അദ്ദേഹം കവിതയുടെ ഗുഡ്നെസ്സിനെ കുറിച്ച്, നന്മയെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് അതിൽ. ദെൻ ഹീ പ്രൊസീഡ്സ് ടു ഡിഫെൻഡ് പോയട്രി എഗെയിൻസ്റ്റ് ദ മെയിൻ ചാർജ് എഗെയിൻസ്റ്റ് പോയട്രി. എന്നിട്ട് കവിതയ്ക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ തന്നെ നല്ല തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദ മെയിൻ ചാർജ് എഗെയിൻസ്റ്റ് ഇറ്റ് വാസ് ദ മദർ ഓഫ് ലൈസ്. കവിതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് കവിതയെ നുണകളുടെ അമ്മ എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു. ദെൻ ദ പോയട്രി ഈസ് നോട്ട് ഡിവൈൻ ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രൈസസ് ഗോഡ്. ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്നത് കൊണ്ടല്ല കവിത ദൈവികമാണെന്ന് പറയുന്നത്. ഡിവൈനാണ് പോയട്രി എന്ന് പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല. അതായത് ദൈവത്തെ ഭയങ്കരമായിട്ട് പ്രശംസിച്ച് പറയുന്നത് കൊണ്ടൊന്നല്ല കവിത ഡിവൈൻ ആവുന്നത്, ദൈവികമാവുന്നത്. വിശ്വാസങ്ങളുടെയും ഭൂരിഭാഗം അതുപോലെ തന്നെ ഈ കീർത്തനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ വിശ്വാസികൾ ചൊല്ലുന്ന വചനങ്ങൾ, അതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ കൂടിയാണ് എന്നുള്ള രീതിയിൽ കവിതയാണ് അതിനെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യുന്നത്. ദെൻ ഹി ഡിസ്കസസ് biblical allegories. Man's ability to make the entire worlds out of poetry shows the brilliance of divine maker. പിന്നീട് അദ്ദേഹം ബൈബിളിലെ സിമ്പിൾസിനെ മെൻഷൻ ചെയ്യാണ്, പ്രതീകങ്ങളൊക്കെ എടുത്തു കാണിക്കുക ചെയ്യുന്നത്. ജീസസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കവിതയായിട്ടാണ് സിഡ്നി കണക്കാക്കുന്നത്. പുതിയ ലോകങ്ങളെ ഈ വാക്കുകളിൽ കൂടിയൊക്കെ സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അതായത് മനുഷ്യൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ദെൻ സിഡ്നി ഡിസ്കസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോയട്രി, ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എസ്സേ. തൻ്റെ ലേഖനത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഭാഗങ്ങളിലൊക്കെ തന്നെ സിഡ്നി കവിതയും അതുപോലെ തന്നെ ഫിലോസഫീനെയും ഹിസ്റ്ററീനെയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ഹി ഇമാജിൻസ് ദ ഹിസ്റ്റോറിയൻസ് ആൻഡ് ഫിലോസഫേഴ്സ് ഒബ്ജക്ട്സ് ടു ക്ലെയിം ദ പോയട്രി ഈസ് ദ മീഡിയം ബെസ്റ്റ് സ്യൂട്ടഡ് ടു ടീച്ച് ദ ട്രാൻസ്മിറ്റ് നോളേജ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നോളജ് പകർന്നു കൊടുക്കാനുള്ള കവിതയുടെ കഴിവിനെ ഹിസ്റ്റോറിയൻസും ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള ഫിലോസഫേഴ്സും ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിവ് പകർന്നു കൊടുക്കാനുള്ളൊരു കവിതയ്ക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. കവിതയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ ഹിസ്റ്റോറിയൻസും ചരിത്രകാരന്മാരും ഫിലോസഫിക്കലായിട്ടുള്ള ആളുകളും ഫിലോസഫേഴ്സും തത്വശാസ്ത്രജ്ഞന്മാരും ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. ഹിസ്റ്റോറിയൻസിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയും അവകാശവാദം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിഷയങ്ങൾ കവിതയേക്കാൾ മേന്മയുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ദേ മേ ക്ലെയിം ദിയർ ഡിസിപ്ലിൻസ് ടു ബി സുപ്പീരിയർ. അവരുടെ തത്വശാസ്ത്രവും അതുപോലെ ചരിത്രവും ഒക്കെയാണ് സുപ്പീരിയർ എന്നാണ് അവർ പറയുന്നത്. ആൻഡ് പോയട്രി ക്യാൻ ടീച്ച് ലെസൺസ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് ദെൻ use them to show how man should be and not how he actually is. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് തത്വശാസ്ത്രം ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഈ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കഴിവ് കവിതയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പോയട്രി ക്യാൻ ഡു ദിസ് ഇൻ ആൻ അപ്രോച്ചബിൾ ആൻഡ് ഡിലൈറ്റ്ഫുൾ വേ. ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫിലോസഫി എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ കവിതയ്ക്ക് കഴിവുണ്ട്.
ഹിസ്റ്ററീനെ ആധാരമാക്കിയിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ കവിത പഠിപ്പിക്കുന്നത് മനുഷ്യന് എങ്ങനെ ആയിരിക്കണമെന്നാണ്. എളുപ്പത്തിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമൊക്കെ കവിതയ്ക്ക് അതിൻ്റെ വരികളിലൂടെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പോയട്രി ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് വ്യൂസ് ആൻഡ് ചോയ്സസ്. ഇറ്റ് ഗിവ്സ് പീപ്പിൾ ടു എ സെൻസ് ഓഫ് ലിബർട്ടി. Poetry expresses emotions and feelings which cannot be false. Naturally, poetry cannot assist corruption. It cannot be irrelevant to society. If one has to study humanity, poetry is the best literary form. It never prejudices the reader. Poetry is superior to all the other subjects. ചരിത്രം എന്ന് പറയുന്നത് വായനക്കാരെ കാര്യങ്ങളുടെ ഒരു വശം മാത്രം കാണിച്ചുകൊണ്ട് അതിൽ കെട്ടിയിടുന്നു എന്നാണ് പറയുന്നത്. സിഡ്നി കവിതയെ ഹിസ്റ്ററിയുമായിട്ട് then കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്, ചരിത്രം എന്നൊക്കെ പറയുന്നത് വായനക്കാരന് കാര്യങ്ങളുടെ ഒരു വശം മാത്രം കാണിച്ചുകൊണ്ട് അതിൽ മാത്രം കെട്ടിയിടുന്ന രീതിയിലുള്ള കാര്യമാണ് ഹിസ്റ്ററി. കവിത എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതിനെ നമുക്ക് പല പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കിക്കണ്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ നമ്മൾ റീഡേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് വായനക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള തോട്ട്സ് നൽകുന്നു, സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ നൽകുന്നുണ്ട്. കവിത എന്ന് പറയുന്നത് ഇമോഷൻസിനെയും തോട്ട്സൊക്കെയാണ് അതിൽ പ്രകടിപ്പിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമോഷൻസും തോട്ട്സൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവ തെറ്റിപ്പോകാൻ സാധ്യതയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കവിത ഒരിക്കലും ഒരു അഴിമതിയെ പോലും പ്രോത്സാഹിപ്പിക്കില്ല. സമൂഹത്തിന് ഒരിക്കലും അൺസ്യൂട്ടായിട്ടുള്ള കാര്യമല്ല കവിത എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് കവിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യത്വത്തെ പറ്റി പഠിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കവിതയാണെന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. അതൊരിക്കലും റീഡേഴ്സിന് ഒരു പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള മുൻവിധികൾ സൃഷ്ടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടും മറ്റ് വിഷയങ്ങളെക്കാളും ഏറ്റവും നല്ലത് പോയട്രി ആണെന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. പോയട്രി ഈസ് സുപ്പീരിയർ ടു ഓൾ അതർ സബ്ജക്ട്സ്. Sidney defends the fictional realm created by poetry. He feels that the world created by poetry is sum total of the historians, mythologies, and philosophies. All the classical epics are in poetic form. Different poetic forms like comedy, satire, tragedy, lyric, heroic, and pastoral commemorate important historical achievements. പോയട്രി ക്രിയേറ്റ് ചെയ്യുന്ന ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വേൾഡിനെ സിഡ്നി ഡിഫെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ക്രിയേറ്റ് ചെയ്യുന്ന ലോകമെന്ന് പറയുന്നത് ചരിത്രങ്ങളുടെയും അതുപോലെ തന്നെ പുരാണ കഥകളുടെയും തത്വശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു സം ടോട്ടലാണ്, ഒരു മൊത്തത്തിലുള്ള കാര്യമാണ്. അതായത് ചരിത്രവും പുരാണകഥയും ഫിലോസഫി എല്ലാം കൂടെ അടങ്ങുന്നതാണ് കവിത എന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. എല്ലാ വലിയ നല്ല ഇതിഹാസ കാവ്യങ്ങളും, അതായത് ക്ലാസിക്കലായിട്ടുള്ള എപ്പിക്സും കവിതാരൂപത്തിലാണ്. അതായത് ഹോമറിൻ്റെ ഒഡീസി ആയാലും ഈവൻ മഹാഭാരതമായാലും ശരി, മഹാഭാരതമാണ് എപ്പിക്കായിട്ട് കണക്കാക്കുന്നത് എങ്കിൽ കൂടി പറയുകയാണെങ്കിൽ നമ്മളുടെ രാമായണം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, ഒക്കെ ബൈബിൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, വചനങ്ങൾ കവിത രൂപത്തിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ all the classical epics are in poetic form. Different poetic forms like comedy, satire, tragedy, lyric, heroic, and pastoral commemorate. വിവിധ കവിതാരൂപങ്ങളായിട്ടുള്ള കോമഡി, അതുപോലെ തന്നെ സെറ്റയർ ഹാസ്യരചനകൾ, ട്രാജഡി, അതുപോലെ തന്നെ ലിറിക്, ഹീറോയിക്ക് സാഹസിക കഥകൾ, പിന്നെ പാസ്റ്ററൽ കമ്മെമറേറ്റ്, പാസ്റ്ററൽ സ്റ്റോറീസ്, ഇതൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. Then Sidney then gives the examples of 3 Greek poets and writers who were the earliest leaders of imaginative literature. The 3 are, അതായത് സിഡ്നി 3 ഗ്രീക്ക് എഴുത്തുകാരുടെയും കവികളുടെയും ഉദാഹരണങ്ങളെക്കുറിച്ച് പറയാണ്. ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ആദ്യ നായകന്മാരായിരുന്നു അവരെന്നാണ് പറയുന്നത്. ആ 3 പേരാണ് മൂസായേവൂസ് എന്നാണ്. മൂസായേവൂസ് was a legendary scholar, historian, prophet, seer,
priest, poet and musician. മുസായേവൂസ് എന്ന് പറയുന്നത് വലിയൊരു സ്കോളറാണ്, ലെജൻഡറി ആയിട്ടുള്ളൊരു സ്കോളറാണ്, ഹിസ്റ്റോറിയനാണ്, അതുപോലെ തന്നെ ഒരു പ്രൊഫറ്റാണ്, അതായത് ദീർഘകാല വീക്ഷണമുള്ള ഒരാളാണ്, ടീച്ചറാണ്, അതുപോലെ ഒരു പ്രീസ്റ്റാണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ഒരു മ്യൂസിഷ്യനും കൂടിയാണ്, ഒരു സംഗീതജ്ഞനും കൂടിയായിരുന്നു അദ്ദേഹം. ആൻഡ് ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് പ്രീസ്ലി പോയട്രി ഇൻ ഗ്രീസ്. അദ്ദേഹമാണ് ഗ്രീസിലെ പ്രീസ്ലി പുരോഹിതന്മാരുടെ കവിതകളുടെ ഉപജ്ഞാതാവ് എന്നാണ് പൊതുവെ പറയുന്നത്. ആൻഡ് ഹി കമ്പോസ്ഡ് ഡെഡിക്കേറ്ററി ആൻഡ് പ്യൂരിഫിക്കേറ്ററി ഹൈംസ് ആൻഡ് പ്രോസ് ട്രിറ്റൈസ് ദ ഒറാക്കുലർ റെസ്പോൺസസ്. അദ്ദേഹം ധാരാളം എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അദ്ദേഹം ഡെഡിക്കേറ്ററി, അതായത് സമർപ്പിതമായിട്ടുള്ള, നമ്മൾ പൊതുവെ പള്ളികളിലൊക്കെ പറയും സമർപ്പിതമായിട്ടുള്ള കീർത്തനങ്ങൾ എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സമർപ്പിതമായിട്ടുള്ള കീർത്തനങ്ങൾ, അതുപോലെ തന്നെ പ്യൂരിഫിക്കേറ്ററി ഹൈംസ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള കീർത്തനങ്ങൾ, ഗീതങ്ങൾ, ലേഖനങ്ങൾ, അതുപോലെ തന്നെ ദെൻ ട്രിറ്റൈസ്, മറുപടി പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദെൻ Homer was the author of the Iliad and the Odyssey, two epic poems that are foundational works of ancient Greek literature. പിന്നീട് അദ്ദേഹം പറയുന്നത് ഹോമറിനെ കുറിച്ചാണ്. ഹോമർ ഇലിയഡിൻ്റെയും ഒഡീസിയുടെയും ഒക്കെ റൈറ്ററാണ്. ആൻഷ്യൻ്റ് ഗ്രീക്ക് സാഹിത്യത്തിലെ രണ്ട് പ്രധാന വർക്കുകളാണ് ഇലിയഡും ഒഡീസിയും. ഇതിൻ്റെ കവിതകളുടെ, ഈ ഗ്രീസിലെ പഠന കവിതകളുടെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അത് ഹേസിയോഡിനെയാണ് കണക്കാക്കുന്നത്. അപ്പം ഹോമർ ഇലിയഡിൻ്റെയും ഒഡീസിയുടെയും ഒക്കെ എഴുത്തുകാരനാണ്. പിന്നെ മറ്റൊരു വ്യക്തിയെ കൂടെ കുറിച്ച്, 3 ഗ്രീക്ക് പോയറ്റ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹിസ് നെയിം ഈസ് ഹേസിയോഡ് എന്നാണ്. ഹേസിയോഡ് ഹോമറിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള റൈറ്ററായിരുന്നു. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന റൈറ്ററായിരുന്നു. ആദ്യകാലത്തെ ഗ്രീക്ക് കവികളിൽ ഒരാളായിരുന്നു നമ്മളുടെ ഹേസിയോഡും അതുപോലെ തന്നെ നമ്മളുടെ ഹോമറും. അദ്ദേഹമാണ് ഈ പഠന കവിതകളുടെ, അതായത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ഗ്രീക്ക് ഡിഡിക്കാക്ട് പോയട്രി എന്ന് പറയും. പഠനവുമായി ബന്ധപ്പെട്ട കവിതകൾ, അതിൻ്റെയൊക്കെ ഫാദറായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടാളുകളുടെയും അവരുടെ വർക്കുകളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട്, കവിതയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഡ്നി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പോയട്രി കാലഘട്ടങ്ങളുടെ ഒരു ചലഞ്ചിനെ അതിജീവിച്ചിട്ട് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാവിയിൽ കൂടുതൽ കവികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പറയാണ്, ഫിലിപ്പ് സിഡ്നി പറയാണ്. ഇമാജിനേറ്റീവായിട്ടുള്ള കവിതകൾ നിരോധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരിക്കലും മുസേവൂസുകളും ഹോമറുകളും അല്ലെങ്കിൽ ഹോസിയോഡുകളും അങ്ങനെയുള്ള എഴുത്തുകാരൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാണ്. സിഡ്നി പിന്നീട് കവിതയിലെ ചില ഗ്രീക്ക് ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. സിഡ്നി കമ്പയർസ് പോയട്രി ടു സം ഗ്രീക്ക് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഹെറോസ്, ഡെമിഗോസ്, സൈക്ലോപ്സ്, കിമോറോസ്, ഫ്യൂറീസ്. ഇതൊക്കെ ഗ്രീക്കിലെ കുറച്ച് ക്രിയേച്ചേഴ്സാണ്, കുറച്ച് ജീവികളൊക്കെയാണ്. പകുതി മനുഷ്യന്മാരും പകുതി മറുലോക ജീവികളുമാണ് ഇവയെല്ലാം എന്നുള്ള രീതിയിലാണ് അതിൽ ഫിലിപ്പ് സിഡ്നി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം ഒരു കമ്പാരിസൺ കൊണ്ട് സിഡ്നി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കവിതയ്ക്ക് മനുഷ്യൻ്റെ ലിമിറ്റേഷൻ അപ്പുറം കടന്നു പോകാനുള്ള ഒരു പവർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയെ കമ്പയർ ചെയ്യുന്നത്. പോയട്രീനെ ഗ്രീക്ക് ക്രിയേച്ചേഴ്സ് ആയിട്ടുള്ള ഹെറോസ്, അതുപോലെ തന്നെ ഡെമിഗോസ്, സൈക്ലോപ്സ്, കിമോറോസ്, ഫ്യൂറീസ് എന്ന് പറയുന്ന ക്രിയേച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ കവിതയ്ക്ക് മനുഷ്യൻ്റെ ലിമിറ്റേഷൻസിനപ്പുറം കടന്നു പോകാനുള്ള ഒരു പവർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ സിഡ്നി കമ്പയർഡ് മദർ എർത്ത് ടു ഇംഗ്ലീഷ്. ഇൻ ഗ്രീക്ക് മിത്തോളജി, ജിയ എന്നാണ് അത് വായിക്കുന്നത്. ജിയ ഈസ്
personification of the earth and one of the Greek primordial deities. Sidney was probably the first to introduce the idea of mother tongue. He then goes on to show the famous writers and historical figures. After talking about the Greek musos, Homer, and Hesiod, Sidney mentions the Italian forefathers of poetry, Dante, Boccaccio, and Petrarch. These three together are called the three crowns of the Italian Renaissance. These three influenced Geoffrey Chaucer, the great English writer. Chaucer was in Italy, and there he had a choice and close relationship with Boccaccio. Sidney says this relationship showed a connection between Italian and English Renaissance. Sidney also gives credit to Gower along with Chaucer for being one of the founders of English Renaissance by establishing how Dante, Boccaccio, Petrarch, Chaucer, and Gower started the literary rebirth in Italy and England. He compares them to Gia, who was able to give birth all the elements that restructured the nature from chaos. സിഡ്നി ഭൂമിദേവിയെ, അതായത് ജിയ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്, ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. ജിയ എന്ന് പറയുന്നത് ഭൂമിയെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫ്രേസാണ്. ജിയ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ആദ്യത്തെ അവർ സൂര്യഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യനെ ഒരു ഭഗവാനായിട്ടാണ് അവർ കണക്കാക്കുന്നത്, ചന്ദ്രനെ ഒരു ഭഗവാനായിട്ട് കണക്കാക്കുന്നത്, നക്ഷത്രങ്ങളെ, അങ്ങനെ എല്ലാത്തിനും ഗ്രീക്ക് മെത്തോളജിയിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. എല്ലാത്തിനും ഈവൻ വാട്ടർ, അതുപോലെ തന്നെ തണ്ടർ, എല്ലാത്തിനും ദൈവങ്ങളുണ്ട്. അപ്പം ഭൂമിയെ അവരൊരു ദൈവമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ആ ഒരു ദൈവത്തെ അവർ വിളിക്കുന്ന പേരാണ് ജിയ എന്ന് പറയുന്നത്. അപ്പം ജിയ ഗ്രീക്കുകാരുടെ ആദ്യകാലത്തെ ദൈവങ്ങളിൽ ഒരാളായിരുന്നു ജിയ എന്ന് പറയുന്നത്. സിഡ്നി ആയിരിക്കും മദർ ടങ് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഫാദറായിട്ട് മെൻഷൻ ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ചില മഹാന്മാരായിട്ടുള്ള ചരിത്രപുരുഷന്മാരെ കുറിച്ചും അതുപോലെ തന്നെ എഴുത്തുകാരെ കുറിച്ചൊക്കെ ഒരു മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അതിൽ മുസേവൂസ് ഉണ്ട്, ഹോമർ, ഹേസിയോഡ് ഉണ്ട്. അവരെയൊക്കെ മെൻഷൻ ചെയ്തതിന് ശേഷം സിഡ്നി ഇറ്റാലിയൻ പോയട്രിയുടെ ആദ്യ റിഫോമറായിട്ടുള്ള ഡാൻറ്റേനെ കുറിച്ച് പറയാണ്. ഡാൻറ്റെയാണ് ഇറ്റാലിയൻ പോയറ്റാണ്. പിന്നെ അദ്ദേഹം ബൊക്കാഷിയോനെ കുറിച്ച് പറയാണ്. ബൊക്കാഷിയോൻ്റെ ഡെക്കാമറോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ജെഫ്രി ചോസർ ദ കാൻറ്റംബറി ടെയിൽസ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൽ ഉണ്ടായിരുന്ന എഴുത്തുകാരാണ് ഇവരൊക്കെ തന്നെ, ബൊക്കാഷിയോ ഒക്കെ ഏർലി 16th century. ദെൻ പെട്രാർക്ക് എന്നിവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ 3 പേരെയും കൂടെ പറയുന്ന ഒരു പേരാണ് 3 ക്രൗൺസ്, 3 കിരീടങ്ങളെന്ന്. 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഈ 3 ഗ്രൂപ്പ്, അതായത് ഈ ഒരു ഗ്രൂപ്പ് 3 പോയറ്റ്സിൽ ഈ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് 3 crowns, 3 കിരീടങ്ങൾ. അതിലുള്ള ആൾക്കാരാണ് ഡാൻറ്റെ, ബൊക്കാഷിയോ, പെട്രാർക്ക്. ഷേക്സ്പിയറിൻ്റെ കൂടെയുള്ള പെട്രാർക്കാണ്. അപ്പം പെട്രാർക്കും ബൊക്കാഷിയോയും ഡാൻറ്റെയും ആണ് 3 crowns എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ റിഫോർമേഷൻ്റെ, റിനൈസൻസിൻ്റെ ഒരു ക്രൗണാണ്, കിരീടങ്ങളാണ് ഇവർ 3 പേരുമെന്നാണ് പറയുന്നത്. ഈ 3 പേരും ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള ജെഫ്രി ചോസറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ബൊക്കാഷിയോൻ്റെ ഡെക്കാമറോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്കായിട്ടുള്ള ജെഫ്രി ചോസറിൻ്റെ ദ കാൻറ്റംബറി ടെയിൽസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് നമ്മളുടെ ജെഫ്രി ചോസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള ജെഫ്രി ചോസറിനെ വളരെയധികം ഈ 3 പേരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോസർ ഒരുപാട് കാലം ഇറ്റലിയിൽ താമസിച്ചിട്ടുണ്ട്, കുറേ കാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡേയ്സിലൊക്കെ തന്നെ അദ്ദേഹം ബൊക്കാഷിയോ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു എന്നാണ് സിഡ്നി പറയുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇറ്റാലിയൻ ഇംഗ്ലീഷ് റിഫോർമേഷൻസിനെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ടെന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. ചോസർക്ക് ഒരു പൊസിഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഗോവർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ചും സിഡ്നി പറയുന്നുണ്ട്. റിഫോർമേഷൻ്റെ ഫാദർ എന്ന് പറയുന്നൊരു സ്ഥാനം ഗോവറിനും കൊടുക്കുന്നുണ്ട്.
ഡാൻഡെ, ബൊക്കാഷ്യോ, പെട്രാക്ക്, ചോസർ, ഗോവർ ഇവരൊക്കെയാണ് ഇറ്റലിയിലെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെയും റിനൈസൻസ് പീരിയഡിന് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സിഡ്നി അവരെ ജിയോ ആയിട്ട് കമ്പയർ ചെയ്യാണ്, ഭൂമിയായിട്ട്, ഭൂമി ദേവി അല്ലെങ്കിൽ ഭൂമി ദൈവത്തെ, ആ ഭൂമി എന്ന് പറയുന്ന ദൈവത്തെ ആയിട്ട് കമ്പയർ ചെയ്യാണ്. ജിയാണ്, അതായത് ഭൂമി ദേവിയാണ്. He compares them to Gia, who was able to give birth all the elements that restarted the nature from chaos. ഭൂമിയാണ് കെയോസിൽ നിന്നും വിവിധ ഘട്ടങ്ങളിൽ നിന്നൊക്കെ ജന്മം നൽകി നമ്മളുടെ നേച്ചറിനെ വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക്, എല്ലാത്തിനും ഒരു റീബർത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് അതിൽ പറയുന്നത്. Then last paragraph, Sidney later in his work shows how other disciplines like astronomy, music, geometry, arithmetic, philosophy and law base the rules of their studies on nature. He finds poetry much better than other disciplines as he points out their various flaws. He claims that only poetry affects nature, whereas all the disciplines are affected by it. Poetry is the only thing that can create something out of the nature, and they make it more beautiful than what was they were originally. Poetry is not limited by nature. He thinks poetry is nature's golden age, a time in Greek mythology of total peace and prosperity. തൻ്റെ വർക്ക് ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് അതിൽ സിഡ്നി മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ ഷോ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ആസ്ട്രോണമി, മ്യൂസിക്കും ജോമെട്രിയും അരിത്മെറ്റിക്കും അതുപോലെ തന്നെ ഫിലോസഫിയും ലോ, നിയമവും ഒക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ നേച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തുന്നത് എന്ന്. അദ്ദേഹം കവിതയ്ക്കാണ് മറ്റേത് വിഷയത്തെക്കാളും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫിലിപ്പ് സിഡ്നി മറ്റേതൊരു വിഷയത്തെക്കാളും, അത് ആസ്ട്രോണമി ആയിട്ട്, മ്യൂസിക് ആയിക്കോട്ടെ, ജോമെട്രി ആയിക്കോട്ടെ, അരിത്മെറ്റിക് ആയിക്കോട്ടെ, ഫിലോസഫി ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഏറ്റവും വലുതാണ്, വാല്യുബിളാണ് പോയട്രി എന്നാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കവിത മാത്രമാണ് നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മറ്റ് വിഷയങ്ങളെ പ്രകൃതിയാണ് മറ്റ് വിഷയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് പ്രകൃതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കവിതയ്ക്ക് മാത്രമാണ് നേച്ചറിൽ നിന്നുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കാൻ കഴിവുള്ള ഒന്ന് എന്ന് പറയണം. നേച്ചർ കവിതയെ നിയന്ത്രിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേച്ചർ ഒരിക്കലും കവിതയെ കൺട്രോൾ ചെയ്യുന്നില്ല. സിഡ്നിയുടെ അഭിപ്രായത്തിൽ കവിതയാണ് നേച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഗോൾഡൻ ഏറ എന്നാണ് പറയുന്നത്. കവിതയാണ്, പോയട്രി ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നേച്ചർ ആൻഡ് മേക്ക് ഇറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ വാട്ട് ദേ ആർ ഒറിജിനലി. പ്രകൃതിയുടെ സുവർണകാലം എന്ന് പറയുന്നത് കവിതയാണെന്നാണ് പറയുന്നത്. സുവർണകാലം എന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം കവിതയാണ് നമ്മളുടെ നേച്ചറിൻ്റെ ഗോൾഡൻ ഏജ് എന്നാണ് ഫിലിപ്പ് സിഡ്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്രിറ്റിസിസം, കവിതയുടെ മേലുള്ള, കവിതയെക്കുറിച്ചുള്ള ആർഗ്യുമെൻസിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതും പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്.